ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ടോ ഈ മാങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ മത്തിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, മത്തിക്കറിയിൽ പച്ചമാങ്ങയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. അപ്പോഴേക്കും ഇതാ സ്വത്ത് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. സ്വത്ത് ആദ്യം എൻ്റെ അടുത്ത് നിന്ന് പിണങ്ങിയിട്ട് പോയതാണ്, അതാണിപ്പോൾ മാറി നിൽക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ മാങ്ങയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. മാങ്ങക്കൊതിയനാണ് സ്വത്ത്. ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവനും കുറച്ചതൊന്ന് കഴിക്കാൻ വേണ്ടി എടുത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു പീസ് എടുത്ത് വായിലിട്ടതാണ് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണിത്, നല്ല പുളിപ്പുണ്ട് കേട്ടോ. സ്വത്തുവിന് പിന്നെ മാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഒരു പീസ് കൊടുത്തിട്ടുണ്ട്, അതും കൊണ്ട് റൂമിൽ പോയി. അങ്ങനെ ഞാനിതാ കറി വയ്ക്കാനുള്ള മാങ്ങയൊക്കെ പീസാക്കി എടുത്തു കേട്ടോ. മത്തിയൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കറി വയ്ക്കാനുള്ള ചട്ടി ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു പീസ് മാങ്ങയും കൊണ്ട് സ്വത്ത് ഓടി വന്നതാണ് കേട്ടോ. മാങ്ങ പുളിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ല പുളിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ആവശ്യത്തിനുള്ള കടുകൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. മീൻകറി വയ്ക്കുമ്പോൾ ഞാനെപ്പോഴും ഉലുവ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോഴേക്കും സ്വത്ത് ഇതാ വീണ്ടും റൂമിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവയൊക്കെ ഒന്ന് ചൂടായി വന്നു കേട്ടോ. അപ്പോഴേക്കും ഇനി 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ്. തേങ്ങയും പിന്നെ കുറച്ച് കാശ്മീർ ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് കേട്ടോ ഞാനിത് അരച്ചത്. അപ്പോൾ ആ തേങ്ങ കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്കതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി കറിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മോര് കറി പോലെ തോന്നി. ഞാനൊന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ സ്വത്തുക്കുട്ടി ഓടി വന്ന്, ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ പിന്നെ സ്വത്ത് ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഓടി വരും കേട്ടോ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം മാങ്ങ ഇതവിടെ ഇങ്ങനെ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം. അങ്ങനെ നമുക്കിനി അരിഞ്ഞ് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ച കുറച്ച് മാങ്ങ വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ സ്വത്തുക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ. ഉപ്പും മുളകൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വത്ത് അത് കഴിച്ചു കുറച്ചൊക്കെ. അപ്പം നമുക്കിനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മത്തി കൂടി ഇതാണ് കേട്ടോ. മസാല തേച്ച് വെച്ച മത്തി അതുകൂടി നമുക്ക് ഓരോന്നായിട്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് വറുത്തെടുക്കുക കൂടി ചെയ്യണം. കാരണം സ്വത്തുവിന് കറിയിലെ മീനൊന്നും സ്വത്ത് അങ്ങനെ കഴിക്കില്ല. വറുത്ത മീനാണ് സ്വത്ത് കഴിക്കുള്ളൂ. അപ്പോൾ കറിയിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കറി വയ്ക്കാനുള്ള മീനൊക്കെ ചട്ടിയിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇനി ആ മത്തിയും മാങ്ങയും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതാ വറുക്കാനുള്ള മീൻ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി ഈ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. സ്വത്തുവിന് പൊരിച്ച മീനാണ് കൂടുതൽ ഇഷ്ടം. കറിയിലെ മീനൊന്നും സ്വത്ത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ സ്വത്തുക്കുട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പൊരിച്ച മീനാണ് മത്തി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാങ്ങയിട്ട മത്തിക്കറിയാണ്. ഇതുപോലെ മാങ്ങയിട്ട മത്തിക്കറി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മീനൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.